ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ കാവ് സ്പീക്സ് ബൈ കവി. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാനൊരു സന്തോഷ വാർത്തയായിട്ടാണ് വന്നിരിക്കുന്നത്. PR കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കുന്നവർക്ക് പുതിയൊരു പ്രോഗ്രാം കാനഡ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, കാനഡ റെഡി പ്രോഗ്രാം. അപ്പോൾ അത് എന്താണ് ഈ പ്രോഗ്രാം എന്നും അതിൽ ആർക്കൊക്കെയാണ് എലിജിബിൾ, ഏതൊക്കെ കമ്മ്യൂണിറ്റിയിലാണ് ഇതുള്ളത്, എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയാം. ഞാനത് റിസർച്ച് ചെയ്ത് വന്നിട്ടുണ്ട്, അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണാം. OANP അഥവാ ഒണ്ടാരിയോ ഇമിഗ്രന്റ് നോമിനി പ്രോഗ്രാം ആണ് ഈ റെഡി പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് കംപ്ലീറ്റ്ലി ഒണ്ടാരിയോ ബേസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാം ആണ്, വേറൊരു പ്രൊവിൻസിലും ഇല്ല. ഈ റെഡി പ്രോഗ്രാം എന്ന് തൊട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ജാനുവരി 2 തൊട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. അത് ഡിസംബർ 31, 2025 വരെയാണ് ഇതിനുള്ള അപ്ലിക്കേഷൻസിനുള്ള ടൈം ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്നത്. കാനഡ റെഡി പ്രോഗ്രാം എന്താന്ന് വെച്ചാൽ റീജിയണൽ എക്കോണമിക് ഡെവലപ്മെന്റ് ത്രൂ ഇമിഗ്രേഷൻ പൈലറ്റ് പ്രോഗ്രാം ആണ്. അപ്പം ഇത് എന്തിനാണുള്ളത്? ഇത് മെയിൻ ആയിട്ട് ഇവിടുത്തെ ഇങ്ങനത്തെ ചില കമ്മ്യൂണിറ്റീസിലെ ലേബർ ഷോർട്ടേജ് മാറ്റാൻ വേണ്ടിയിട്ട് കാനഡ കൊണ്ടുവന്നിരിക്കുന്ന പ്രോഗ്രാം ആണ്. ഇതൊരു പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം ആണ്, അത് PNP ആണ്. അപ്പൊ അതുവഴിയാണ് ഈ IRCC ആയിട്ടുള്ള ടൈപ്പ് വെച്ചിട്ടാണ് ഇതിൽ PR കൊടുക്കുന്നത്. 4 കമ്മ്യൂണിറ്റീസിനാണ് ഇത് വന്നിരിക്കുന്നത്. ഏതൊക്കെയാണെന്നല്ലേ? ലീഡ്സ് ആൻഡ് ഗ്രെൻവിൽ കൗണ്ടീസ്, തണ്ടർ ബേ, സാർണിയ, ലാംപ്ടൺ, പിന്നെ ലന കൗണ്ടി. ഇത്രയുമാണ് കമ്മ്യൂണിറ്റീസ് ആണ് ഇതിൽ എലിജിബിൾ ആയിരിക്കുന്നത്. ഇനി ആരൊക്കെ ഇതിന് എലിജിബിൾ എന്നല്ലേ? ഇത് 3 രീതിയിലാണ് ഇതിന്റെ എലിജിബിലിറ്റി വന്നിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഫോറിൻ വർക്കർ സ്ട്രീം, പിന്നെ രണ്ടാമത്തത് ഇന്റർനാഷണൽ സ്റ്റുഡന്റ് സ്ട്രീം, പിന്നെ ഒന്ന് ഇൻ ഡിമാൻഡ് സ്കിൽ സ്ട്രീം. അപ്പൊ ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ സാധാരണ നമ്മുടെ PNP പോലെയല്ല. ഇതിൽ ഇവർക്ക് നമ്മൾ അപ്ലിക്കൻസ് അവരുടെ ആ ഒരു സ്പെസിഫിക് ഡോക്യുമെന്റേഷൻ ഒക്കെ വെച്ചിട്ട് അതിൽ അപ്ലൈ ചെയ്യണം. അതിൽ എന്തെങ്കിലും അഡീഷണൽ റിക്വയർമെന്റ്, ഇപ്പൊ നമുക്കൊരു ജോബ് ഓഫർ ഉണ്ടെങ്കിൽ അതിൽ എംപ്ലോയേഴ്സിന് അഡീഷണൽ എന്തെങ്കിലും റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ അതും നമുക്ക് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ്, എന്തൊക്കെയാണ് നമുക്ക് റിക്വയർമെന്റ്സ് വേണ്ടത്, ഏതൊക്കെയാണ് നമുക്ക് എവിടേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് മെയിൻ ആയിട്ടുള്ളത് ഈ OANPയുടെ വെബ്സൈറ്റിലാണ്. അപ്പൊ ഞാൻ ഓരോ സ്ട്രീമിലും ഈ 3 കാര്യങ്ങൾ ഉണ്ടല്ലോ, അതിൽ ഏതിലൊക്കെയാണ് എന്തൊക്കെയാ വേണ്ടതെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. ആദ്യത്തെ ഫോറിൻ വർക്കർ സ്ട്രീം ആണ്. അതിനുള്ള ജോബ് ഓഫർ റിക്വയർമെന്റ്സ് എന്താണെന്ന് ഞാൻ പറയാം. മെയിൻ ആയിട്ട് നമുക്ക് ഫുൾ ടൈം വർക്ക് വേണം, പെർമനന്റ് ആയിട്ടുള്ള ഒരു ജോബ് വേണം. പിന്നെ നമുക്ക് Tier 0, 1, 2, 3 ഏത് ഒക്യുപ്പേഷൻ ആയാലും കുഴപ്പമില്ല. പിന്നെ പറയുന്നത് നമുക്ക് നമ്മുടെ വേജ് എന്ന് പറയുന്നത് ഈക്വൽ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ദ മീഡിയൻ വേജ് ഓഫ് ദി ഒക്യുപ്പേഷൻ ഇൻ ഒണ്ടാരിയോ. ഒണ്ടാരിയോയിൽ സാധാരണ ഉള്ളതിനേക്കാളും ആ ഒരു ജോലിയുടെ വേജ് കുറച്ച് കൂടുതലോ അല്ലെങ്കിൽ ഈക്വലോ ആയിരിക്കണം. പിന്നെ ഒണ്ടാരിയോയിലുള്ള ജോലി തന്നെ ആയിരിക്കണം, കാരണം ഒണ്ടാരിയോ PNP ആയതുകൊണ്ട്. പിന്നെ എംപ്ലോയേഴ്സിന്റെ ബിസിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എംപ്ലോയേഴ്സിന്റെ ബിസിനസ് ക്രെഡിബിൾ ആയിരിക്കണം. അത് അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. പിന്നെ വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇവർ പറയുന്നത് മിനിമം ആണ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ മീഡിയൻ സാലറി അതൊക്കെ എങ്ങനെ അറിയാം, ഇതിൽ കൂടുതലാണോ ഈക്വൽ ആണോ എന്നൊക്കെ. അതിനൊരു വഴിയുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കനേഡിയൻ നാഷണൽ ജോബ് ബാങ്ക് വെബ്സൈറ്റ് ഉണ്ട്. അതിൽ പോയിട്ട് നിങ്ങളുടെ NOCയും നിങ്ങളുടെ ജോബ് ടൈറ്റിലും അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നോർമലി എത്ര വേജ് ആണ് ഉണ്ടാവുക എന്നുള്ളത് അറിയാൻ പറ്റും. അത് വെച്ചിട്ടാണ് നമ്മുടെ ഈക്വൽ ആണോ അതിന് കൂടുതലാണോ എന്ന് അറിയാൻ പറ്റുക. ഇനി ഈ മിനിമം വർക്ക് എക്സ്പീരിയൻസിൽ ഉൾപ്പെടുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങൾക്ക് ഒരു ലൈസൻസ് ഒക്കെ വേണ്ട ഒരു ജോബാണ്, അങ്ങനത്തെ ഒരു പ്രൊഫഷൻ ആണ് നിങ്ങളുടെയെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ലൈസൻസ് ഉണ്ടായിരിക്കണം വർക്ക് ചെയ്യണമെങ്കിൽ. ഇനി അതല്ല ലൈസൻസ് ഒന്നും ഇല്ലാത്ത ഒരു ജോബ് ടൈറ്റിലാണ് നിങ്ങൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിക്കേണ്ട. അതിന് നിങ്ങൾക്ക് മിനിമം ഒരു 2 years വർക്ക് എക്സ്പീരിയൻസ് ലാസ്റ്റ് 5 yearsനുള്ളിൽ ഉണ്ടായാൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങളുടെ എംപ്ലോയേഴ്സ് ബിസിനസ്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പൊസിഷൻ എന്ന് പറയുന്നത് അവർക്ക് ആവശ്യമുള്ള പൊസിഷൻ ആയിരിക്കണം. അങ്ങനെ ആ ഒരു PNPക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അവർക്ക് തോന്നണം ഓക്കെ നിങ്ങൾ ആ ഒരു പൊസിഷനിൽ അത്യാവശ്യമായിട്ടുള്ള ആളാന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾ ഇതിന് എലിജിബിൾ ആവുകയുള്ളൂ. ഇനി സെക്കൻഡ് നമ്മുടെ ഇന്റർനാഷണൽ സ്റ്റുഡന്റ് സ്ട്രീം ആണ്. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫുൾ ടൈം ആൻഡ് പെർമനന്റ് ജോബ് തന്നെ വേണം, മറ്റേതുപോലെ തന്നെ. പിന്നെ Tier 0, 1, 2, 3 ഒക്യുപ്പേഷനും വേണം. പിന്നെ പറയുന്നത് നമ്മുടെ ലോ ലെവൽ ആ ഒക്യുപ്പേഷൻ ഉണ്ടല്ലോ നമ്മുടെ ജോലിയുടെ, അതിന് വേണ്ട വേജ് അല്ലെങ്കിൽ അതിനും കൂടുതൽ വേജ് ഉണ്ടായിരിക്കണം. പിന്നെ ഒണ്ടാരിയോയിൽ തന്നെ ആയിരിക്കണം. പിന്നെ സെയിം ആ ഒരു ക്രൈറ്റീരിയ ഒക്കെ സെയിം ആണ്. പക്ഷെ ആ ഒരു റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് നമുക്ക് കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ഉണ്ടായിരിക്കണം. നിങ്ങൾ ആ പഠിച്ചു കഴിഞ്ഞ് 2 yearsനുള്ളിൽ തന്നെ ഇതിന് അപ്ലൈ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആവില്ല. അപ്പൊ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. പഠിച്ച് 2 yearsനുള്ളിൽ തന്നെ അപ്ലൈ ചെയ്തിരിക്കണം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞപ്പോൾ കോളേജ് ഓർ യൂണിവേഴ്സിറ്റി, അപ്പൊ എത്ര നാളിലെ എഡ്യൂക്കേഷൻ ആണ് ഇതിന് എലിജിബിൾ ആവുക എന്നുള്ളത് അതും ഞാൻ പറയാം. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഇപ്പൊ അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ആണെങ്കിൽ നിങ്ങൾക്ക് മിനിമം 2 വർഷം എങ്കിലും പഠിച്ചിരിക്കണം. എന്തായാലും ഫുൾ ടൈം ആണ് എല്ലാ കോഴ്സും, എന്നാലേ നിങ്ങൾ എലിജിബിൾ ആവുള്ളൂ. ഇനി അതല്ല ഗ്രാജുവേറ്റ് ആണെങ്കിൽ അതിന്റെ ഡിഗ്രിയും ഡിപ്ലോമയും 1 year എങ്കിലും പഠിച്ചിരിക്കണം. ഇനി അതല്ല യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ മിനിമം 1 year പഠിച്ചിരിക്കണം. അതല്ലെങ്കിൽ കോളേജ് ഗ്രാജുവേറ്റ് ആണെങ്കിലും നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 1 year എങ്കിലും പഠിച്ചിരിക്കണം, എന്നാലേ നിങ്ങൾക്ക് ഇതിന് എലിജിബിൾ ആവാൻ പറ്റുള്ളൂ. ഇനി മൂന്നാമത്തെ എന്ന് പറയുന്നത് ഇൻ ഡിമാൻഡ് സ്കിൽ സ്ട്രീം ആണ്. അതിന്റെ റിക്വയർമെന്റ് ഫുൾ ടൈം ആൻഡ് പെർമനന്റ് ആയിരിക്കണം, ഒണ്ടാരിയോയിലുള്ള ജോബ് ആയിരിക്കണം, എംപ്ലോയേഴ്സ് ബിസിനസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ വേജ് കൂടുതൽ തന്നെയായിരിക്കണം അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കണം. എലിജിബിൾ ആയിട്ടുള്ള ഒരു ഒക്യുപ്പേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇനി ഇതിന്റെ റിക്വയർമെന്റ് ഇപ്പൊ ഒരു കാൻഡിഡേറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അവർക്ക് മിനിമം
ഒരു 4 അല്ലെങ്കിൽ അതിന് മുകളിൽ കനേഡിയൻ ലാംഗ്വേജ് ബെഞ്ച് മാർക്ക് ഇംഗ്ലീഷ് ഓർ ഫ്രഞ്ച് ഉണ്ടായിരിക്കണം. അതിന്റെ കൂടെ ഒരു 9 മാസം വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. പിന്നെ ഹൈസ്കൂൾ ഡിപ്ലോമയാണ് എഡ്യൂക്കേഷൻ ആയിട്ട് പറയുന്നത്. ഇനി ഇപ്പൊ നിങ്ങൾ പുറത്ത് പഠിച്ചവരാണെങ്കിൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഉണ്ടല്ലോ, അത് നിങ്ങൾ ECA വെച്ചിട്ട് ലൈക്ക് എഡ്യൂക്കേഷൻ ക്രെഡൻഷ്യൽ അസസ്മെന്റ് വെച്ച് ചെയ്തിരിക്കണം. ഇത് എങ്ങനെയാ അപ്ലൈ ചെയ്യാന്നല്ലേ നിങ്ങളുടെ അടുത്ത ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് PR-ന് വെക്കാൻ പറ്റുന്ന കാര്യമാണല്ലോ. സ്കിൽഡ് വർക്കേഴ്സിന് PR കൊടുക്കാനുള്ള ഒരു രീതിയാണ് ഇത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ലെസ് പോപ്പുലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പോപ്പുലേഷൻ ഒക്കെ കുറഞ്ഞ് ഇങ്ങനത്തെ കമ്മ്യൂണിറ്റീസിൽ പോയി താമസിച്ച് അവിടെ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ സ്റ്റാൻഡേർഡ് ONP-യുടെ EOI എന്നുള്ള ഒരു സിസ്റ്റം ഉണ്ട്. ദാറ്റ് ഈസ് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് സിസ്റ്റം എന്ന് പറയും. അപ്പൊ അതിൽ പോയിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്തിട്ട് ഇതൊരു സെലക്ഷൻ പ്രോസസ് ആണ്. അതിൽ നിന്ന് അവർക്ക് വേണ്ട ആൾക്കാരെ കറക്റ്റ് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്തിട്ടാണ് അവർ ഈ PNP കൊടുക്കുന്നത്. ഇനി PNP കിട്ടുകയാണെങ്കിൽ അതിന് ഗുണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഒറ്റയടിക്ക് അത്രയും പോയിന്റ്സ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് PR കിട്ടാനുള്ള സാധ്യത എത്ര CR സ്കോർ അല്ലെങ്കിൽ അത് കൂട്ടി വന്നു കഴിഞ്ഞാലും വിളിച്ചാലും നിങ്ങൾക്ക് ആ ഒരു PR കിട്ടാനുള്ള ചാൻസ് ഭയങ്കരമായിട്ട് കൂടും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. അപ്പം ബാക്കി ഒരു PNP ഇല്ലാത്ത ഒരാളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു ടൈമാണ്. നിങ്ങൾക്ക് ഇങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതിന്റെ എലിജിബിലിറ്റീസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് സുഖമായിട്ട് PNP കിട്ടി PR നേടാൻ പറ്റും. അത് ഒണ്ടാരിയോയിൽ താമസിച്ചുകൊണ്ട് തന്നെ. ഈ 4 റീജിയൻസിലും 200 ആൾക്കാരെ വീതാണ് അവർ വിളിക്കണേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 800 ആൾക്കാർക്ക് അവർ ഇത് കൊടുക്കുന്നുണ്ട് ഈ വർഷം. അപ്പോൾ മടിച്ചു നിൽക്കണ്ട. ഈ 800 പേരിൽ നിങ്ങൾക്ക് ഒരാളാവാൻ പറ്റുകയാണെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എലിജിബിലിറ്റീസ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ EOI-ൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനിയിപ്പോ ഈ റെഡി പ്രോഗ്രാം എങ്ങനെ വന്നു നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ 2020 ഇവിടെ റീജിയണൽ പൈലറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു. അതിൽ അവർ 4 കമ്മ്യൂണിറ്റി വെച്ചിട്ട് 300 ആൾക്കാരെ വെച്ചിട്ടായിരുന്നു അവർ എടുക്കുന്നുണ്ടായിരുന്നത്. അത് പിന്നെ നിർത്തിയിരിക്കുകയായിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പൊ ഈ റെഡി പൈലറ്റ് പ്രോഗ്രാം തുടങ്ങിയിരിക്കണേ. അപ്പൊ ഇത് ഏറ്റവും ബെസ്റ്റ് ചാൻസ് ആണ്. അപ്പൊ ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവർ അപ്ലൈ ചെയ്യുക, PNP നേടുക, PR-ലോട്ടുള്ള സ്റ്റെപ്പ് കുറച്ചുകൂടി ഈസി ആക്കുക. അപ്പൊ ഇത്രയൊക്കെയാണ് ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അടുത്ത കെയർ ഗിവർ പ്രോഗ്രാം ഉണ്ട് ഇതുപോലെ, അതിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ അടുത്തതിൽ ചെയ്യാം. പിന്നെ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആർക്കെങ്കിലും ഇത് ഹെൽപ്ഫുൾ ആണെങ്കിൽ അവർക്ക് ഇത് അയച്ചു കൊടുക്കുക. അവർക്ക് PNP കിട്ടാൻ ഒരു ബുദ്ധിമുട്ട് വരരുതല്ലോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷനും കൂടെ അമർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പൊ അടുത്ത വീഡിയോ കാണാം. ബൈ.